ഇന്ത്യൻ ക്രിക്കറ്റിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല. ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ടീം മാനേജ്മെന്റിനെതിരെയും മുഖ്യ കോച്ച് ഗൗതം ഗംഭീറിനെതിരെയും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. BCCI കടുത്ത നടപടികൾക്ക് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പ്രകടനം ആശാവഹമല്ല. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നേടിയ ഒരു പരമ്പര വിജയം മാത്രമാണ് ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യക്ക് ആശ്വസിക്കാൻ വക നൽകുന്നത്. ന്യൂസിലൻഡിനെതിരെ തൂത്തുവാരപ്പെട്ടതും ഓസ്ട്രേലിയക്കെതിരെയായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ തോൽവിയും ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ കനത്ത തിരിച്ചടിയും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ നിരാശയിലാക്കിയിരിക്കുകയാണ്. ഗംഭീർ മുഖ്യ കോച്ചായി എത്തിയപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി സ്വന്തം ഇഷ്ടക്കാരെ ടീമിന്റെ സപ്പോർട്ട് സ്റ്റാഫിൽ ഉൾപ്പെടുത്താൻ BCCI അനുമതി നൽകിയിരുന്നു. റയാൻ ടെൻ ഡുഷാറ്റെ, മോർനെ മോർക്കൽ, അഭിഷേക് നായർ എന്നിവരായിരുന്നു ഗംഭീറിന്റെ തിരഞ്ഞെടുപ്പുകൾ. എന്നാൽ ബാറ്റിംഗ് കോച്ചായ അഭിഷേക് നായർക്ക് നേരത്തെ തന്നെ സ്ഥാനം നഷ്ടമായിരുന്നു. ഇപ്പോൾ ഡുഷാറ്റെയും മോർക്കലും പുറത്താകലിന്റെ വക്കിലാണെന്നാണ് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗംഭീർ IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ലക്നൌ സൂപ്പർ ജെയിൻസ് എന്നീ ടീമുകളുടെ ഉപദേശകനായിരിക്കെ ഒപ്പം പ്രവർത്തിച്ചവരാണ് ഈ 3 പേരും. IPL-ലെ വിജയം ടെസ്റ്റ് ക്രിക്കറ്റിൽ ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്നതിലാണ് BCCI-യുടെ പ്രധാന ആശങ്ക. ഗംഭീർ ആവശ്യപ്പെട്ടവരെല്ലാം ടീമിന്റെ ഭാഗമായിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിലെ ടീമിന്റെ പ്രകടനം താഴേക്ക് പോകുന്നത് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ഇന്ത്യൻ ടീമിന്റെ മോശം പ്രകടനത്തിന് പിന്നിൽ ഗെയിം പ്ലാനുകളിലും ടീം സെലക്ഷനുകളിലും സംഭവിച്ച പിഴവുകളാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ ഇപ്പോഴത്തെ പരമ്പരയിൽ മാത്രമല്ല, മുൻ ടെസ്റ്റ് പരമ്പരകളിലും ടീം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാന ബൗളർമാരായ ജസ്പ്രീത് ബുംറയെയും മുഹമ്മദ് സിറാജിനെയും അമിതമായി ഉപയോഗിച്ചത് ഒരു പ്രധാന പ്രശ്നമായി വിലയിരുത്തപ്പെടുന്നു. ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലും ഇത് സംഭവിച്ചിരുന്നു. 5 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ 4 ടെസ്റ്റുകളിലും ബുംറ കളിക്കുകയും അത് കാരണം അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും അവസാന ടെസ്റ്റിൽ ബൗൾ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു. അന്നത്തെ പിഴവിൽ നിന്നും ടീം മാനേജ്മെന്റ് പാഠം പഠിച്ചിട്ടില്ലെന്നാണ് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയും തെളിയിക്കുന്നത്. രവീന്ദ്ര ജഡേജയേക്കാൾ കൂടുതൽ ഓവറുകൾ സിറാജ് ബൗൾ ചെയ്തു കഴിഞ്ഞു. ബുംറയാവട്ടെ 119.4 ഓവറുകളാണ് ഇതിനകം എറിഞ്ഞത്. ഏറ്റവും അധികം ഓവറുകൾ എറിഞ്ഞ 3ാമത്തെ ഇന്ത്യൻ ബൗളറുമാണ് അദ്ദേഹം. ഇത് താരങ്ങളുടെ ഫിറ്റ്നസിനെ ദോഷകരമായി ബാധിക്കുകയും പ്രധാന മത്സരങ്ങളിൽ അവരുടെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും. വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള ഒരു താരമായിട്ടും ഈ പരമ്പരയിൽ കുൽദീപിന് ഒരവസരം പോലും ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ സ്പിന്നിന് അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇത് ഒരു വലിയ പോരായ്മയായി കണക്കാക്കപ്പെടുന്നുണ്ട്. സ്പിന്നർമാരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിൽ ടീം മാനേജ്മെന്റ് പരാജയപ്പെട്ടുവെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ബൗളിംഗിൽ കൊണ്ടുവരാൻ വളരെയേറെ വൈകിച്ചതും ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറ്റൊരു പിഴവാണ്. പുതിയ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന് ഇക്കാര്യത്തിൽ ശരിയായ ഉപദേശം നൽകാൻ കോച്ചിംഗ് സംഘത്തിനായില്ല. ഒരു പുതിയ ക്യാപ്റ്റൻ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും ആവശ്യമാണ്. എന്നാൽ അത് ലഭിക്കുന്നില്ല എന്ന തോന്നൽ താരങ്ങളുടെ ആത്മവിശ്വാസത്തെയും ബാധിക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പ്രകടനം തുടർച്ചയായി താഴേക്ക് പോകുന്ന സാഹചര്യത്തിൽ BCCI കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് സ്വാഭാവികമാണ്. ഇത് കേവലം കോച്ചിംഗ് സ്റ്റാഫിനെ മാറ്റുന്നതിനുപരി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന തീരുമാനമായിരിക്കും. ഒരു പ്രധാന കോച്ചിന് സ്വന്തം ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് നല്ലതാണ്. എന്നാൽ അതിന്റെ ഫലം ടീമിന്റെ പ്രകടനത്തിൽ പ്രതിഫലിക്കണം. അല്ലാത്തപക്ഷം ടീമിന്റെ പ്രകടനമാണ് BCCI-യുടെ പ്രധാന മാനദണ്ഡം. ഈ നടപടികൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചേക്കാം. ടീം സെലക്ഷൻ, ഗെയിം പ്ലാനിംഗ്, കളിക്കാരുടെ ഫിറ്റ്നസ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിന്റെ ആവശ്യകത ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പുതിയ അസിസ്റ്റന്റ് കോച്ചുമാരെയും ബൗളിംഗ് കോച്ചുമാരെയും കൊണ്ടുവരാനുള്ള BCCI-യുടെ നീക്കം ഇന്ത്യൻ ടീമിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന് ശക്തമായ ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. അതിന് ശരിയായ തീരുമാനങ്ങളും ശക്തമായ നേതൃത്വവും അനിവാര്യമാണ്.